ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചു എന്നാണ് രണ്ട് കേസുകളിലും കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യം അനുവദിച്ചത് എന്ന വിവരമാണ് വരുന്നത്. സ്വാഭാവികമായ ജാമ്യമാണ്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നാണ് ഈ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. എൻ വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ഠരര് രാജീവര് ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ വിവരങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ് റാവുത്തർ, സ്വാഭാവികമായ ജാമ്യമാണ് സുധീഷ് കുമാറിന് ലഭിച്ചത്. നേരത്തെ മുരാരി ബാബുവും ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു, ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ജയിലിന് പുറത്തേക്ക് വരികയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സംബന്ധിച്ച് SITക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിന് ശേഷം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഡി സുധീഷ് കുമാർ കൂടി ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. സുധീഷ് കുമാറിന്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം, കുറ്റപത്രം മുൻപിലില്ലാത്തൊരു കേസാണ്. മാത്രമല്ല, ഈ കേസിൽ സുധീഷ് കുമാറിന്റെ പങ്ക് അത് പേരോട് പോലെ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു വാദം. പ്രോസിക്യൂഷൻ വാദം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ആ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ കുറ്റപത്രം കോടതിക്ക് മുൻപിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം എന്നുള്ള നീക്കത്തിലേക്ക് ഡി സുധീഷ് കുമാറിന്റെ കാര്യത്തിലേക്കും കൊല്ലം വിജിലൻസ് കോടതി പോവുകയായിരുന്നു. ഏതായാലും നമുക്കറിയാം, ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ മോചിതനാകാൻ പോകുന്നത്. രണ്ട് കേസുകളിലും, അതായത് ദ്വാരപാലക ശില്പപാളി കേസിലും അതേപോലെ തന്നെ കട്ടിളപ്പാലക കേസിലും ജാമ്യം ലഭിച്ചതോടുകൂടി ഡി സുധീഷ് കുമാറിന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ഇപ്പോൾ കഴിയുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. നേരത്തെ ഈ പ്രതികൾ ഇങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്നതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായതാണ്. കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് പ്രതികളെ സഹായിക്കുന്ന സമീപനം SIT സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആക്ഷേപം. ഇതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഡി സുധീഷ് കുമാറിന് കൂടി ജാമ്യം ലഭിച്ച അദ്ദേഹം കൂടി ജയിൽ മോചിതനാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കം അങ്ങനെ ചില നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതാണ്. എന്നാൽ രണ്ടാമത്തെ ജാമ്യാപേക്ഷ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് എൻ വാസുവിനെ 14 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. അദ്ദേഹവും 90 ദിവസം കഴിയുന്നതോടുകൂടി സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ് കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കാൻ തന്നെയാണ് നീക്കം. മൂന്നാമത്തേത് ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ മൂന്ന് നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതിനൊപ്പമാണ് ഡി സുധീഷ് കുമാറിന് ജയിൽ മോചിതനാകാനുള്ള സ്വാഭാവിക വഴി അത് ഇന്ന് തുറന്നത്. കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് രണ്ട് കേസുകളിലും ജാമ്യം അനുവദിച്ചതോടുകൂടി അദ്ദേഹത്തിന് പുറത്തേക്ക് വരാം. അദ്ദേഹം ചെയ്ത ക്രൈം അത് രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതായിരുന്നു. അതായത് ചെമ്പ് പാളി എന്നടക്കം എഴുതി ചേർത്തതിൽ ഡി സുധീഷ് കുമാറിനും പങ്കുണ്ടെന്ന് കോടതിയിൽ കൊടുത്ത അറസ്റ്റ് മെമ്മോ, റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ SIT പറഞ്ഞിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നുള്ള സ്വാഭാവികമായ ജാമ്യമാണ് സുധീഷ് കുമാറിന് ലഭിച്ചത്. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.